തുണ്ടു പല്ലവിയില് വെറുതെ ഒന്ന് പാടിയ അത് ഉള്ളതല്ല മനസ്സിലായി. പക്ഷെ വളരെ നന്നായിട്ടുണ്ട് പോന്നെ. അത് പിണക്കമാണോ എന്നോടിണക്കമാണോ, അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ. ഇതേ നല്ല ഭാവം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനേക്കാൾ നന്നായിരുന്നു ഒറിജിനലി പാടിയപ്പോ. പിന്നെ മറ്റേ ഒരു സ്ഥലത്ത് പിന്നെ ഇതൊരു ബുദ്ധിമുട്ടുള്ളൊരു പോർഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് ലോല് പഞ്ചമത്തിന്ന് പോകുന്നില്ലേ ഒരു പോർഷൻ, അവിടെയൊക്കെ നന്നായിട്ട് പഞ്ചമം ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സാധാരണ പലർക്കും മിസ്സാവുന്നത് ആ പഞ്ചമം ലോ വരുമ്പോ അത് കേൾക്കില്ല. മോന്റെ അതൊക്കെ ശരിക്കും കേൾക്കുന്നുണ്ടായിരുന്നു. പഞ്ചമം നന്നായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ നാണിച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന പോർഷൻ സംഗീത പാടിയത് നന്നായിരുന്നു. പക്ഷെ നിൽക്കൂ എന്ന് പറഞ്ഞിടത്ത് പെട്ടെന്ന് കയ്യിൽ പോയി. കുറച്ച് നാണിച്ച് നിൽക്കുന്നത് കുറച്ച് ഷിവർ ചെയ്തു ഫസ്റ്റ് ടൈം. പിന്നെ ലാസ്റ്റ് പല്ലവി ഈ എഗെയിൻ മാനത്തെ അമ്പിളിയൊക്കെ കുറച്ച് ഷിവറിങ് ഉണ്ടായെന്നല്ലാണ്ട് വിട്ട്, അതേ സമയത്ത് രണ്ടാമത്തെ മാനത്തെ അമ്പിളി പാടുമ്പോൾ, മാനത്തെ അമ്പിളിയാണ് രണ്ടാമത്തെ വേദ വാക്കത്, ആ ലൈൻ മാത്രം ഒന്ന് പാടുമോ ലാസ്റ്റ് പല്ലവി? ജസ്റ്റ് ഫോർ മാറത്തെ എന്ന് പറഞ്ഞ എനിക്ക് ആ സംഗതി നന്നായിരുന്നു. നല്ല നാച്ചുറൽ ആയിരുന്നു കേട്ടോ. അത് നന്നായിരുന്നു. മറ്റുപടി എല്ലാം കൊണ്ടും ബെസ്റ്റ് വിഷസ്. താങ്ക് യു ശിവചന്ദ്രൻ സർ. ഉണ്ണിയേട്ടാ, സൂപ്പർ പെർഫോമൻസ്. വാട്ട് നല്ല ഒരു കോമ്പിനേഷൻ ആയിരുന്നു നിങ്ങൾ രണ്ടുപേരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് ഔസേപ്പച്ചൻ സാർ പറഞ്ഞ മാതിരി ഞാൻ ആദ്യം ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയായിരുന്നു. വാട്ട് എ പെർഫോമൻസ്. ഞാൻ പിന്നെ പെട്ടെന്ന് ഐ ജസ്റ്റ് വോക്ക് അപ്പ്, ദിസ് ഇസ് ഐ ഹാവ് ടു ജഡ്ജ് ദിസ് കോമ്പറ്റീഷൻ. അപ്പോൾ പിന്നെയാണ് എഴുതാൻ തുടങ്ങിയത്. ബട്ട് വെരി വെരി നൈസ്. ആൻഡ് ജിൻസ്, യുവർ സിംഗിങ് വാസ് നല്ല ഫീൽ ആയിരുന്നു. യു ആർ ഏബിൾ ടു ഗിവ്. Otherwise, you were looking great, and Jins, you were also looking really fantastic and nice, lovely sets, and it was great for the eye and the ear. All the best. Sharat sir? ഉണ്ണി പറഞ്ഞ സത്യമാണ് കേട്ടോ. ഉണ്ണി ഞെട്ടി ഉണർന്നു എന്നുള്ളതും സത്യമാണ്. പക്ഷേ ഇത് കോമ്പറ്റീഷൻ നടക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു അതെ ഉണ്ണി, ഒന്നും എഴുതിയില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇനി എന്തോന്ന് എഴുതാൻ, പാട്ട് തീർന്നല്ലോ ഒന്ന്. സത്യം ജിൻസെ എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റിയില്ല കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഏതോ ഒരു രൂപം വന്നു. ഓക്കെ, എം ജി അണ്ണൻ തന്നെ. ഹോ, ഇങ്ങനെ ഒക്കുവോ? ഉഗ്രനായിരുന്നു കേട്ടോ അത് നടന്നു വന്നു. പിന്നെ എനിക്ക് എന്താണ് പറയണ്ടേ, ലക്ഷണത്തിലൊരു നാദസ്വരക്കാരൻ്റെ ലക്ഷണം ഉണ്ടെങ്കിലും കാണാൻ പിന്നെ കുഴപ്പമില്ല കേട്ടോ. അല്ല മോനെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ക്യാപ്റ്റൻ രാജുചേട്ടൻ്റെ ജുബയാണോ ഇത്? ഒട്ടും ഇണങ്ങുന്നില്ല കേട്ടോ. ഇത് എനിക്കും കൂടെ അതിനകത്ത് കയറാമല്ലോ. നന്നായിരുന്നു. പിന്നെ മോമ്പാടിയ പരിഭവം വെരി ഗുഡ് മോനെ, നന്നായിരുന്നു. ഡെഫിനറ്റായിട്ട് എം ജി അണ്ണൻ മൂക്കിടിച്ച് വഴുതാനാക്കും. ഓക്കെ, സൂക്ഷിച്ച് നടന്നു. മോളെ സംഗീത കണ്ടപ്പോൾ എനിക്ക് നാനാ വീക്കിൽ തുറക്കുമ്പോൾ രാധാ സോപ്പിന്റെ പരസ്യം പോലും. ഒരു ക്യാപ്റ്റൻ രാജു ചേട്ടൻ്റെ ജുബായിട്ട് എം ജി ശ്രീകുമാറും രാധാ സോപ്പിന്റെ പരസ്യവും കേട്ടത് അതിമനോഹരമായിരുന്നു കൂട്ടാ. Okay, so let's find out the marks now, okay? Radhas, we'll start with you. Sharat sir. മോളെ, ഇത്ര ചന്തമായിട്ട് നിന്നിട്ട് മാർക്ക് കുറച്ച് പോയെന്ന് പറയരുത് കേട്ടോ. മോളെ പാടിയതിന് ഇട്ടിട്ടുണ്ട് കേട്ടോ, ആത്മാർത്ഥമായിട്ട്. 14 marks. 14. ഉണ്ണിയേട്ടാ? 14. Once again, 14. ഔസേപ്പച്ചൻ sir? 16. 16 out of 25. And Lakshmi? 18. 18 on 25. Okay, and your total 62. 62 marks ആണ് സംഗീതയ്ക്ക് ഈ സെക്കൻഡ് സ്റ്റേജിൽ ലഭിച്ചിരിക്കുന്നത്, which is good അല്ലേ? ഹാപ്പിയാണ് സംഗീതയുടെ ചെറിയ മനസ്സിലാക്കാം. ആൻഡ് ഇനി ഒരു പെർഫോമൻസിന് ബാക്കിയുണ്ട്, സോളോ. ഓക്കെ, പക്ഷേ ജിൻസിന്റെ സോളോ കഴിഞ്ഞു. ജിൻസിന് 58. Let's see whether this is going to be good. Lakshmi, out of 25. 19. 19 out of 25 on the high side. ഔസേപ്പച്ചൻ sir? 9. 8 plus 1. 1 plus 8. 18. 18 out of 25. Unniyata? Sweet 16. 16. Sharat sir? 16. Oh
my gosh, and total 69. 69 marks ആണ് ജിൻസിന്റെ ജഡ്ജസ് നൽകിയിരിക്കുന്നത്. Thank you very much. ഹായ് വേഴ്സ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡിബേറ്റ് റൗണ്ട് കഴിഞ്ഞു. ജഡ്ജസ് നല്ല കമൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അതിനായി ജിൻസിന് വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് JINS ISS സ്പേസ് JINS ജിൻസ്. സംഗീതയുടെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സംഗീതയ്ക്ക് എല്ലാവരും SMS അയക്കേണ്ട ഫോർമാറ്റ് ISS സ്പേസ് സംഗീത SANGEATH. And of course നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പോകുന്നതിന് മുമ്പ് നമ്മളുടെ കൂടെ കഴിഞ്ഞ 3 എപ്പിസോഡിലും ഇന്നും we had the beautiful Lakshmi Sharma. Unfortunately it's her last episode with us. Could you come on stage please? Lakshmi, firstly, thank you so much. Paksha, how was your experience with us this time? വളരെ നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വളരെ വളരെ സന്തോഷം. കാരണം തിരിച്ച് ഈ ഐഡിയ സ്റ്റാർ സിംഗർ സ്റ്റേജിൽ വന്ന് പിന്നെ എല്ലാവരും കൂടി അവിടെ ഇരിക്കി. ഇറ്റ് വാസ് such a great people, nice people. Really I'm very happy. I don't know again I get this day or not in my life, but thank you very much Asianet and each and everybody. Thank you very much. Okay Lakshmi, apam thank you orikil kudi. Paksha, you know, last time also we had a request. So usually it's to sing. Paksha, we know that Lakshmi ki dance cheyanana singing ine kaattum ishtam. Adonde if you could dance for us and nammada orchestra will back you and somebody will sing and you just have fun. Yeah. Thank you, sweetie. Thank you so much for being such a sport. Ladies and gentlemen, our celebrity guest, Lakshmi Sharma. Okay, so much of an exciting episode ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ don't worry, ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും with an equally happening celebrity guest, പക്ഷെ equally talented contestants as well. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. Tune in രാത്രി 8:30 തിങ്കൾ മുതൽ വെള്ളി വരെ only on Asianet. ഞാൻ മിക്ക എപ്പിസോഡുകളും കാണുന്നതാണ്. ഇതുവരെ ഈ രഞ്ജിനി പെണ്ണ് മലയാളം പഠിച്ചില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതിലെനിക്കൊരു പ്രയാസമുണ്ട്. കാരണം രഞ്ജിനിയുടെ പരിപാടി കേട്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത പയ്യന്മാർ വരെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി. അപ്പം ഞാൻ തന്നെ വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്, ഇവളെ കൂടെ നിന്നിട്ട് ഞാനും ഇത് പഠിച്ചു പോയി. അതുകൊണ്ട് ഇനിയെങ്കിലും രഞ്ജിനി വരുന്ന സമയത്തെങ്കിലും, അതായത് ഞാൻ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇവിടെ കാണും, രഞ്ജിനിക്ക് മലയാളം നല്ല രീതിയിൽ പഠിക്കാൻ സൂപ്പർ ക്ലാസ് ഞാൻ തരാം. തള്ളേ ഞാൻ പഠിച്ചേ, എനിക്ക് വയ്യ, എവള് പൊളന്ന് തള്ള തന്നെ. ഞാനിങ്ങെടുത്തു വെച്ചേ വെറ്റിലത്താമ്പളത്തിൽ സ്വാമിനാഥ പരിപാലയാ ചുമാ, സ്വാമിനാഥ പരിപാലയാ ചുമാ. Gift sponsored by Godrej Microsteam, India's first steam microwave oven. Now give your food a steamy workout. Costume courtesy judges Blue Bay, Kollam Anjal Kottarakara. Costume courtesy contestants Platinum Plus,
Costume courtesy Angus. Style Sarees and Jewels. Bishop Jerome Nagar, Kollam.